നമ്മൾ സഫാരി കാർസിന്റെ ടീമിലോട്ട് ഒരു 20 ആൾക്കാരെയും പാടെ ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ 20 ആൾക്കാർക്കും പാടെ നമുക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമുക്കത് അനൗൺസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ടീമിലേക്ക് 20 ആളെ വേണം. ആരൊക്കെയാണ്, എങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് വേണ്ടത് എന്ന് നമ്മൾ പറയാം. ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്താൻ പറ്റുന്നവരൊക്കെ എത്തുക. അതായത് നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ഇല്ലേ സെയിൽസ് ടീമുക്ക് 4 പേരെ വേണം. ഇനി അത് 5 ആളായാലും കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് ഈ വണ്ടികളെ പറ്റിയൊക്കെ അറിയണേ, എവിടെയെങ്കിലും വർക്ക് ചെയ്ത് 1-2 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഒരു 4-5 പേർക്ക് നമുക്ക് സെയിൽസ് അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തോലെ നിങ്ങൾക്ക് ആവശ്യമല്ലേ? അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോലെ ആവശ്യമുണ്ട്. 2 പേര് 3 പേര് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരമുണ്ട്. പക്ഷെ അത് സെയിൽസ് ടീമൊക്കെ ആവില്ല. ഇവിടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള കുറേ വർക്കുകൾ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് 2-3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പേരെ വേണം അല്ലേ? നമുക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, അവരോട് മാന്യമായി സംസാരിക്കുക, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 5 പേരെ വേണം. അതേപോലെ നല്ല ക്യാമറ ഫോണിലൊക്കെ എടുത്തിട്ട് പരിചയമുള്ള ആളുകൾ, അതേപോലെ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മീഡിയ ടീമുക്കും 2 പേരെ വേണം അല്ലേ? അതായത് നമുക്ക് ആക്സസറീസ് പറഞ്ഞിട്ടൊരു ഷോപ്പ് നമ്മളത് വരുന്ന തൊട്ടടുത്ത് നമുക്ക് ഉദ്ഘാടനം ഉണ്ട്. അപ്പൊ ആ ഷോപ്പിക്ക് നമുക്ക് 4 പേരെ വേണം അല്ലെ? രണ്ട് ഹെൽപ്പർമാരെയും വേണം. അതെ. അപ്പൊ നമ്മൾ ജോലി കൊടുക്കാന്ന് പറയുമ്പോ ഫുൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് സങ്കടം ഉണ്ടാവും. അപ്പൊ 2 നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫിറ്റർമാരും വേണം, 2 ഹെൽപ്പർമാരും. ഹെൽപ്പർമാർ പറയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ആവരുത്, ചെറിയൊരു ഐഡിയ ഉള്ള ആളുകൾ, അതേപോലെ ഇതിനായിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള പാഷനുള്ള ആളുകളാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയി. അതേപോലെ അക്കൗണ്ടന്റ് അല്ലേ? 2 അക്കൗണ്ടന്റിനും നമുക്ക് വേക്കൻസി ഉണ്ട്. അപ്പൊ ഇത്തിരി ആളുകൾ നമുക്ക് വേണം. സെയിൽസിക്ക് വേണം, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ടീം വേണം, അക്കൗണ്ടന്റ് വേണം, മീഡിയ ടീം വേണം, ആക്സസറീസ് 4 പേരെ വേണം. അതേപോലെ പിന്നെ ക്ലീനിങ് അല്ലേ? 2 എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, അതായത് വണ്ടി ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റിയ, ഇവിടെ ഓടിച്ചാടി നടക്കാൻ പറ്റിയ ടീമിന് നമുക്ക് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ഡേറ്റും സമയമൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കൃത്യസമയത്ത് എത്തുക. മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടാണ് നമ്മൾ ഷോറൂം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക. താല്പര്യമുള്ള ആളുകൾ വരിക അല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ടീമിൽ ആഡ് ചെയ്താൽ നമ്മളോടൊപ്പം മുന്നോട്ട് പോവുക അല്ലേ? പിന്നെ വേറെ പ്രത്യേക കാര്യം പറയാനില്ല, എന്താ വെച്ചാൽ മദ്യപാനം, മറ്റേ കാര്യങ്ങള് അല്ലേ, അങ്ങനത്തെ സംഭവം ഇങ്ങോട്ട് വരണ്ട. കാരണം ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങളത് ഏറ്റെടുക്കൂല. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ജോലിയിൽ നിങ്ങൾ എടുത്തിട്ട് പിന്നീട് നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ താല്പര്യമല്ല അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ റിസ്ക് ആക്കാം. കാരണം നമ്മൾ ഡേഞ്ചർ ആവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സമയം കളയരുത്. അപ്പൊ അർഹതപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ, കഴിവില്ല ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. അപ്പൊ നമ്മുടെ ടീമില് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഞായറാഴ്ച ഇന്റർവ്യൂവിന് വരാം. വിളിക്കാനും നിൽക്കണ്ട, എന്നോടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞായറാഴ്ച വരിക. അപ്പൊ തീർച്ചയായിട്ടും വന്ന എല്ലാവർക്കും കൂടെ ഞങ്ങൾക്ക് ജോലി കൊടുക്കാനൊന്നും കഴിയൂല. വന്ന് നമ്മൾ സെലക്ട് ചെയ്യാം അല്ലെ? അതെ, കുറെ ആളുകൾ വിളിക്കലുണ്ട്, ജോലി ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെ? ഇത്രയും വേക്കൻസി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വരി, നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.